ഓട്ടോകാഡ് കമാൻഡുകളെ പറ്റിയാണ് നോക്കുന്നത്. ഒരു 12 ഓട്ടോകാഡ് കമാൻഡുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഓർത്തോ കമാൻഡ്. എന്താണ് ഓർത്തോ കമാൻഡ്? കൺസ്ട്രെയിൻ കഴ്സർ മൂവ്മെൻറ്റ് ടു ദ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ഡയറക്ഷൻ. അതായത് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കമാൻഡാണ് ഓർത്തോ കമാൻഡ്. അതിൻ്റെ ഇമേജ് കൂടെ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് ഓർത്തോ കമാൻഡ് ഓഫ് ആണെങ്കിൽ നമുക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഇതുപോലുള്ള വരകൾ വരയ്ക്കാനായിട്ട് ഓട്ടോകാഡിൽ പറ്റും. പക്ഷേ ഓർത്തോ കമാൻഡ് ഓൺ ആയാൽ എങ്ങനെയായിരിക്കും? ഈ ഒരു രീതിയിലായിരിക്കും ഓർത്തോ കമാൻഡ് ഓൺ ആയാൽ പിന്നെ നമുക്ക് വരകൾ വരയ്ക്കാനായിട്ട് സാധിക്കുക. കണ്ടോ, ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ടും മാത്രമേ വരകൾ വരുന്നുള്ളൂ. അതായത് കറക്റ്റ് പെർപെൻഡിക്കുലാരിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓർത്തോ കമാൻഡ്. ക്ലിയർ ആണല്ലോ? ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റില്ല ഓർത്തോ കമാൻഡ് ഓൺ ആണെങ്കിൽ. അടുത്തതായിട്ട് ഓഫ്സെറ്റ് കമാൻഡാണ്. ശ്രദ്ധിക്കുക. ക്രിയേറ്റ് ന്യൂ ഓബ്ജക്റ്റ് ഹൂസ് ഷേപ്പ് പാരലൽസ് ദ ഷേപ്പ് ഓഫ് ദ സെലക്റ്റഡ് ഓബ്ജക്റ്റ്. നമ്മൾ സെലക്ട് ചെയ്ത ഓബ്ജക്റ്റിന് പാരലലായിട്ട് അതുപോലുള്ള ഓബ്ജക്റ്റ് വീണ്ടും വരയ്ക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഓഫ്സെറ്റ് കമാൻഡ്. ക്ലിയർ ആണല്ലോ? ഇമേജ് ശ്രദ്ധിക്കുക. ഇവിടെ ചിത്രത്തിൽ നിങ്ങളൊരു റെക്റ്റാങ്കിൾ കാണുന്നുണ്ട്. എന്താണ് ഓഫ്സെറ്റ് കമാൻഡ്? നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓബ്ജക്റ്റിന് പാരലലായിട്ട് വേറൊരു ഓബ്ജക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഓഫ്സെറ്റ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് പാരലലായിട്ട് 4 വശങ്ങളും വന്ന് വേറൊരു റെക്റ്റാങ്കിൾ എനിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക. ആ ഇമേജ് എങ്ങനെ വരുമെന്ന് നോക്കുക. കണ്ടോ, ഈ രീതിയിലായിരിക്കും ആ റെക്റ്റാങ്കിളിന് ഉള്ളിലായിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തത് ഓഫ്സെറ്റ് കൊടുത്തുകൊണ്ട്. അത് എത്ര ഉള്ളിൽ വരണമെന്ന് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 10 കൊടുക്കുകയാണെങ്കിൽ അതിന് ചുറ്റുമുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 10 ആയിരിക്കും. ക്ലിയർ ആണോ? അടുത്തതായിട്ട് ഓ സ്നാപ്പ് കമാൻഡാണ്. ഓബ്ജക്റ്റ് സ്നാപ്പ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എന്ന് വെച്ചാൽ യൂസ് ഓബ്ജക്റ്റ് സ്നാപ്പ് ടു സ്പെസിഫൈ പ്രിസൈസ് ലൊക്കേഷൻ ഓൺ ഓബ്ജക്റ്റ്. അതായത് നമ്മളൊരു വരയോ അല്ലെങ്കിൽ ഒരു സർക്കിളോ ഒരു റെക്റ്റാങ്കിളോ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ എൻഡ് പോയിൻ്റ്, മിഡ് പോയിൻ്റ് അതെല്ലാം കൃത്യമായിട്ട് കഴ്സർ കൊണ്ടുപോകുന്ന സമയത്ത് അറിയണമെങ്കിൽ ഓ സ്നാപ്പ് ഓൺ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഇതാണ് ഓ സ്നാപ്പ്. ചിത്രം ശ്രദ്ധിക്കുക എല്ലാവരും. ഇവിടെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലൈനിൻ്റെ എൻഡ് പോർഷനിലോട്ട് കഴ്സർ കൊണ്ടുപോയ സമയത്ത് ഓ സ്നാപ്പ് ഓൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റി ഇതാണ് അതിൻ്റെ എൻഡ് പോയിന്റ് എന്ന്. അവിടെ വെച്ചാണ് എന്ത് സംഭവിച്ചത്? ആ ഗ്രീൻ കളർ റെക്റ്റാങ്കിൾ അവിടെ ക്രിയേറ്റ് ആയത്. ഓ സ്നാപ്പ് ഓഫ് ആക്കിയാൽ നമുക്കറിയാൻ പറ്റില്ല, അവിടെ ഗ്രീൻ കളർ റെക്റ്റാങ്കിൾ വരില്ല. മനസ്സിലായോ? ഇതുപോലെ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ അതുപോലെ മിഡ് പോയിന്റ് ഒക്കെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഓ സ്നാപ്പ് ഓൺ ചെയ്തത് കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ക്ലിയർ? ആയിട്ട് ഊപ്സ് കമാൻഡാണ്. എന്താണ്? റീസ്റ്റോർ ഓൾ ഓബ്ജക്റ്റ് ഡിലീറ്റഡ് ബൈ ദ മോസ്റ്റ് റീസെന്റ് യൂസ് ഓഫ് ഇറൈസ്. അതായത് ഓട്ടോകാഡിൽ തന്നെയുള്ള ഓബ്ജക്റ്റ് ഇറേസ് ചെയ്ത് കളയാനുള്ള ഒരു കമാൻഡാണ് ഇറൈസ് കമാൻഡ്. ആ ഇറൈസ് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും അവസാനം ഇറൈസ് ചെയ്ത് കളഞ്ഞ ഓബ്ജക്റ്റിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനമാണ് ഊപ്സ് കമാൻഡ്. ക്ലിയർ ആണല്ലോ? അടുത്തതായിട്ട് അലൈൻ കമാൻഡാണ്. എന്താണ്? യു ക്യാൻ മൂവ്, റൊട്ടേറ്റ് ഓർ ടിൽറ്റ് ആൻ ഓബ്ജക്റ്റ് സോ ദാറ്റ് ഇറ്റ് അലൈൻ വിത്ത് അനദർ ഓബ്ജക്റ്റ്. അതായത് 2 ഓബ്ജക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒന്നിനെ വേറൊരു ഓബ്ജക്റ്റിലേക്ക് അലൈൻ ചെയ്ത് വയ്ക്കുന്ന കമാൻഡാണ് അലൈൻ കമാൻഡ്. നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. ശ്രദ്ധിക്കുക. ഇവിടെ ചിത്രത്തിൽ ലൈൻസും ഒരു നട്ടിൻ്റെ ഹെഡും കാണിച്ചിട്ടുണ്ട്. കണ്ടല്ലോ? ഈ നട്ടിനെ ഞാൻ ഈ ലൈനിലോട്ട് അലൈൻ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ വരുമെന്ന് കാണുക. കണ്ടോ? ഇവിടെ ആ നട്ടിൻ്റെ ഹെഡ് ഈ ലൈനിലോട്ട് അലൈൻ ചെയ്യിച്ചു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് അലൈൻ കമാൻഡ്. ക്ലിയർ? അടുത്ത കമാൻഡ് അറേ കമാൻഡാണ്. യു ക്യാൻ ക്രിയേറ്റ് കോപ്പീസ് ഓഫ് ഓബ്ജക്റ്റ് ഇൻ എ റെക്ടാങ്കുലർ ഓർ പോളാർ പാറ്റേൺ കോൾഡ് അറേ. അതായത് ഒരു ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഓബ്ജക്റ്റിനെ റെക്റ്റാങ്കുലർ ആയിട്ട് നിരത്തി വയ്ക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പോളാറായിട്ട് വരുന്ന രീതിയിലോ മൾട്ടിപ്പിൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ് അറേ കമാൻഡ്. ചിത്രം ശ്രദ്ധിക്കുക. കാണുന്ന ഈ റെക്റ്റാങ്കിളിനെ അറേ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൺവേർട്ട് ചെയ്തു എന്ന് കാണിക്കാം. മനസ്സിലായല്ലോ? ഈ രീതിയിലാണ് അതിനെ റെക്റ്റാങ്കുലർ ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അതുപോലെ തന്നെ പോളാർ അറേയും ഉണ്ട്. ഈ കാണുന്ന സർക്കിളിലെ ചെറിയ സർക്കിളിനെ ഞാൻ പോളാർ അറേ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ആവശ്യാനുസരണം വിന്യസിക്കാനായിട്ടും സാധിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അറേ ക്ലിയർ അല്ലേ? അടുത്ത കമാൻഡ് UCS ആണ്. അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. ഇതെന്തിനെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഓട്ടോകാഡിൽ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം XY കോർഡിനേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് സാധാരണ പറയാറ്. ക്ലിയർ ആണല്ലോ? അടുത്ത കമാൻഡാണ് dim edit കമാൻഡ്. എന്താണ്? edits dimension text
ആൻഡ് എക്സ്റ്റൻഷൻ ലൈൻ ഓൺ ഡയമെൻഷൻ ഒബ്ജക്റ്റ്. അതായത് നമ്മൾ സാധാരണ ഒരു ഡയമെൻഷൻ ലൈനിൽ ആണ് ഡയമെൻഷൻ രേഖപ്പെടുത്തുക. ആ ഡയമെൻഷൻ ലൈനുകളെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ് ഡിം എഡിറ്റ് കമാൻഡ്. ക്ലിയർ ആണല്ലോ. അടുത്ത കമാൻഡ് ഡിം ടി എഡിറ്റ് കമാൻഡാണ്. ഡിം ടി എഡിറ്റ് ആണ്, ഡിം എഡിറ്റ് അല്ല. എന്താണ്? മൂവ് ആൻഡ് റൊട്ടേറ്റ് ഡയമെൻഷൻ ടെക്സ്റ്റ്. നേരത്തെ ഡിം എഡിറ്റിൽ ഡയമെൻഷൻ ലൈൻസിനെയും ഡയമെൻഷനെയും ചേർത്താണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതെങ്കിൽ ഡിം ടി എഡിറ്റിൽ ഡയമെൻഷൻ എഴുതിയിരിക്കുന്ന ഡിജിറ്റ്സ്, ആ ടെക്സ്റ്റ് മാത്രമാണ് നമ്മൾ മൂവ് ചെയ്യുകയും റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ആ ടെക്സ്റ്റ് മാത്രം ഡിം ടി എഡിറ്റിൽ. ക്ലിയർ. ഡയമെൻഷൻ ടെക്സ്റ്റ് എഡിറ്റ് എന്ന് ഓർമ്മിച്ചാൽ മതി. ടെക്സ്റ്റ് മാത്രം. ഇത് കട്ട് ക്ലിപ്പാണ്. എന്താണ്? കോപ്പീസ് ഓബ്ജക്റ്റ് ടു ദ ക്ലിപ്പ് ബോർഡ് ആൻഡ് റിമൂവ് ദ ഓബ്ജക്റ്റ് ഫ്രം ദ ഡ്രോയിങ്. അതായത് നമ്മൾ വരച്ച ഡ്രോയിങ്ങിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം കളയുകയും പിന്നെ വേറെന്ത് ചെയ്യും? ക്ലിപ്പ് ബോർഡിലേക്ക് ഓബ്ജക്റ്റ് കോപ്പി ചെയ്ത് വെക്കുകയും ചെയ്യുന്ന കമാൻഡാണ് കട്ട് ക്ലിപ്പ്. ക്ലിയർ. നേരത്തെ പറഞ്ഞതാണ് ഇറൈസ് കമാൻഡാണ്. റിമൂവ് ഓബ്ജക്റ്റ് ഫ്രം ഡ്രോയിങ്. ഡ്രോയിങ്ങിൽ നിന്ന് ഓബ്ജക്റ്റ് റിമൂവ് ചെയ്യാനുള്ള, ഇറേസ് ചെയ്യാനുള്ള ഒബ്ജക്റ്റാണ് ഇറൈസ് കമാൻഡ്. ക്ലിയർ. അവസാനമായിട്ട് പർജ്. എന്താണ് പർജ്? റിമൂവ് അൺയൂസ്ഡ് നെയിം ഐറ്റം ഫ്രം ദ ഡ്രോയിങ്. അതായത് നമ്മൾ നെയിമിങ് ചെയ്യാത്ത അൺയൂസ്ഡ് ആയിട്ടുള്ള ഓബ്ജക്റ്റിനെ റിമൂവ് ചെയ്യാനുള്ള കമാൻഡാണ് പർജ് കമാൻഡ്. ക്ലിയർ ആണല്ലോ. ഇതുപോലെ കുറേ അധികം കമാൻഡുകളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 12 കമാൻഡുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്ദി.